ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ ഡ്രൈവിങ്ങിനായി കാത്തിരിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു ബല പരീക്ഷണം പോലെ, അല്ലെങ്കിൽ ആ രീതിയിൽ കിട്ടാക്കനിയായി ലൈസൻസ് മാറുന്നുണ്ടോ, ട്രാഫിക് ജാമിൽ ലൈസൻസ് ഇങ്ങനെ കിടക്കുകയാണോ, ഇതൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മോടൊപ്പം ദിലു RTO ഉദ്യോഗസ്ഥനാണ്, RTO ആണ്. അദ്ദേഹം തത്സമയം ചേരും. ഒപ്പം ഉണ്ണികൃഷ്ണൻ SMS ഡ്രൈവിംഗ് സ്കൂൾ, തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയാണ്. ഉണ്ണികൃഷ്ണൻ തന്നെ നമുക്ക് തുടങ്ങാം. ഉണ്ണികൃഷ്ണൻ, നിങ്ങളൊക്കെയാണ് ഈ ആളുകളെ പ്രതിനിധീകരിക്കുന്ന, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി എത്തുന്ന ആളുകളുടെ പ്രതിനിധി. അപ്പോൾ നിങ്ങളിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത്. എത്രത്തോളം ബുദ്ധിമുട്ട് ഈ സമയത്ത് അനുഭവിക്കുന്നുണ്ട്? ഒരുപാട് പേർക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ ഈ ലേണേഴ്സ് ആയാലും അതിനുശേഷം ലേണേഴ്സിന് ശേഷം മുൻപൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അതിനുള്ള ഡേറ്റ് കിട്ടും. ഇപ്പോൾ ഡേറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. എന്താണ് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം? അത് നമസ്കാരം. മാതൃഭൂമി ചാനലിൽ ഇങ്ങനെ ഒരു ചർച്ചയെ വിളിക്കാൻ കാണിച്ചതിന് വളരെ സന്തോഷം. നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, അവർ നമുക്ക് പിന്നെ +2 കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയാണ് കൂടുതലും ആൾക്കാരും ഈ കുട്ടികളും പഠിക്കുന്നത്. അപ്പോൾ ഈ +2ൻ്റെ ഈ പിന്നെ +2 എക്സാം കഴിഞ്ഞിട്ട് അടുത്തത് സ്കൂട്ടർ ഓടിക്കാം, കാർ ഓടിക്കാം എന്നുള്ള മോഹവുമായി നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇന്ന് ലേണേഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തിന് പല RTOയിലും പല രീതിയിലുള്ള ഡേറ്റ കിട്ടുന്നത്. നമുക്ക് പേരുക്കോട എന്ന് പറഞ്ഞൊരു RTOയിൽ കിട്ടുന്നത് നമുക്ക് 1-2 ആഴ്ച കഴിഞ്ഞാൽ കിട്ടും. ട്രിവാൻഡ്രത്താണെങ്കിൽ ചിലപ്പോൾ 1 മാസം കഴിയും. അത് കഴക്കൂട്ടത്താണെങ്കിൽ ചിലപ്പോൾ മെയ് ജൂണിലാണ് നമുക്ക് ഈ ലേണേഴ്സ് ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ അവർ ഈ പല സ്ഥലങ്ങളിലും വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് കിട്ടാത്തത്? അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ട്രിവാൻഡ്രത്ത്, എനിക്ക് ട്രിവാൻഡ്രത്ത് 3 ഡ്രൈവിംഗ് സ്കൂളുള്ളതാണ്. ഈ പല ട്രിവാൻഡ്രത്തെ കഴക്കൂട്ടം RTOയിലുണ്ട്, പേരുക്കുടയിലുണ്ട്, NSയിലുണ്ട്, പിന്നെ ട്രിവാൻഡ്രം മെയിനിലുണ്ട്. ഈ 3 സ്കൂളുണ്ട് എനിക്ക്. അപ്പോൾ ഈ 3 സ്കൂളിലുള്ള കുട്ടികളുടെ അടുത്ത് ഞാൻ ഈ ദിവസവും സംസാരിച്ച് സത്യം പറഞ്ഞാൽ അവർ ഞാനോട്ട് വഴക്കാവേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ 18 ആവുന്ന കുട്ടികൾ തന്നെ ചിലപ്പം 17 വയസ്സ് തന്നെ കുട്ടികൾ വീട്ടിൽ അച്ഛനമ്മമാർ അറിയാതെ തന്നെ ഈ വാഹനങ്ങൾ ഓടിച്ച് തുടങ്ങിക്കാണും. അപ്പോൾ ആ അച്ഛനമ്മമാർക്ക് അത് ടെൻഷൻ. എങ്ങനെയെങ്കിലും ഒരു ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പകുതി ഭാരം കൊഴിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നയം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ RTO ഓഫീസിൽ നമുക്ക് സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ME-മാരുടെയും AME-മാരുടെയും ഈ ദൗർലഭ്യമാണ് ഇതിൽ ഏറ്റവും കാതലായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് പിടിപ്പത് ജോലിയാണ്. അവർ രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് വെളുപ്പിന് ഇപ്പോൾ 7 മണിക്കാണ് ഇപ്പം ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 മണിക്ക് ഈ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഈ കൊടും വെയിലത്ത് അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടാണ് അവർ വീണ്ടും ഓടി ലേണേഴ്സ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് RTOയിൽ വരുന്നത്. അപ്പോഴത്തേക്കും 10-200 ഇന്ന് നോക്കിയാൽ 100-150 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ എക്സാം കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റിൽ കിട്ടാത്തതാണ് ഏറ്റവും പ്രശ്നം. പക്ഷേ ഗവൺമെൻറ് കുറച്ചും കൂടെ ഈ ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു സിസ്റ്റത്തിലോട്ട് മാറ്റി ഈ ലേണേഴ്സ് എത്രയും പെട്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റുകൾ പെട്ടെന്ന് കൊടുക്കുക, നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക. അതിനുശേഷം നല്ല ഡ്രൈവർമാർ റോഡിൽ വരട്ടെ, അപകടം ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, തീർച്ചയായും താങ്കളുടെ അടക്കം ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളുടെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കേട്ടു. ഇനി RTO ദിലുവിലേക്ക്, ശ്രീ ദിലു, ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ റോഡ് അപകടങ്ങളൊക്കെ ഒഴിവാക്കുക, സുഗമമായ ഡ്രൈവിങ് അത് സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ആ സതുദ്ദേശത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ ചർച്ചയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പക്ഷേ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കണം. ഒരുപാട് പേര് നമ്മളെയൊക്കെ ബന്ധപ്പെടുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്, വിദ്യാർത്ഥികളാണ്. ഞാൻ നേരത്തെ ആമുഖമായി ഞാൻ പറഞ്ഞു വന്നത്, ഈ അവധിക്കാലത്തൊക്കെ ഒരുപാട് പേര് ഈ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അതിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം? എന്താണ്, സാങ്കേതിക പ്രശ്നമാണോ അത്? നമസ്കാരം. നമുക്കിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, ലേണേഴ്സിന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്തിനകത്ത് കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ, അവിടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണർ പറഞ്ഞതുപോലെ, ഈ പറഞ്ഞൊരു പ്രശ്നം അക്യൂട്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ജില്ലയിലാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിലും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ജില്ലയിൽ തന്നെ പല സബ് ഓഫീസുകളിലും 2-ാം തീയതിയൊക്കെയാണ്. ഇന്നെടുത്ത ലേണേഴ്സ് ഞാൻ കണ്ടിരുന്നു. ഇന്നെടുത്ത ലേണേഴ്സിൽ 2-ാം തീയതിയാണ് അവർക്ക് ഡേറ്റ് കിട്ടിയത്. ഇപ്പോൾ 20-ാം തീയതിയായി, 10 ദിവസം കഴിഞ്ഞിട്ടാണ്. ഈ 10 ദിവസവും ഒരു കൂടിയ സമയമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ലേണേഴ്സിൻ്റെ അപ്പിയർ ചെയ്യുന്നതിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിന്. അത് കഴിഞ്ഞാൽ പിന്നെ ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 30 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റാണ് വരുന്നത്. ഇപ്പം ഈ സമകാലത്ത് വന്ന ഒരു പ്രശ്നം, നമ്മൾ നേരത്തെ 60 പേരെയായിരുന്നു ഒരു ടീം ഓഫ് ഓഫീസേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രൈവ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും കൂടെ ചേർന്നുള്ള കോമ്പിനേഷനാണ് ടെസ്റ്റ് നടത്തുന്നത്.
അത് ചെയ്തുകൊണ്ടിരുന്നത് 60 പേരെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷക്കാലത്തിനകത്ത് ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ഡ്രൈവിംഗ് ലൈസൻസ് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് അവരുടെ ആ പ്രകടനങ്ങൾ പരിശോധിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇതിന് നല്ല ഉദ്ദേശമായിരുന്നു. അത് ഗുണം ചെയ്യുകയും ചെയ്തു. നമ്മൾ 40 പേരെ 40 പേര്. ഒരു നിമിഷം ബിനോയ് കൊല്ലത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ബിനോയ് പറഞ്ഞോളൂ, ചോദിച്ചോളൂ. നമസ്കാരം. കേൾക്കാം. ഹലോ, നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ നമുക്ക് ഈ ഒരു കാത്തിരിപ്പ് ലൈസൻസിനൊക്കെ ഒരു സമയമുണ്ടല്ലോ സാർ. ഇതിപ്പം ഈ 4 മാസമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഞാനിപ്പോ പുറത്ത് ഒക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് പോകുന്ന ആളുകളാ. പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ ലൈസൻസ് ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 72 hours നമ്മൾ ലൈസൻസ് നമ്മളുടെ കയ്യിലെത്തും. ഇന്നിപ്പോ കുറെ നാൾ മുമ്പ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്ത് പ്രിന്റ് എടുത്താൽ മതി. ഇപ്പൊ ആ സംവിധാനവും ഇല്ലേ ഇപ്പോ? ഹലോ. തീർച്ചയായും. ദിലീപ് സാർ, ബിനോയ് ഉൾപ്പെടെ പറഞ്ഞത് അവിടേക്കുള്ള അന്യനാടുകളിലെ ആ ഒരു സ്പീഡാണ്. പക്ഷെ നമുക്ക് അത്രത്തോളം എത്തിയിട്ടില്ല. നമ്മുടെ സംവിധാനങ്ങളൊക്കെ അത്രത്തോളം ന്യൂനതകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറ്റുന്ന രീതിയിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അങ്ങ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം മേഖലയിലാണോ ഈ പ്രശ്നം കൂടുതലായി കാണുന്നത്? അങ്ങനെയെങ്കിൽ അതിനെന്താണ് ഒരു പ്രതിവിധി എന്താണ്? ഞാൻ പറഞ്ഞു വരട്ടെ. ഇപ്പോൾ അദ്ദേഹം ബിനോയ് പറഞ്ഞത് നമുക്കിപ്പോൾ റിയൽ ടൈമിൽ തന്നെ ലൈസൻസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായാൽ ആ റിയൽ ടൈമിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും, ലൈസൻസ് സക്സസ്ഫുള്ളി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ലിങ്കിൽ കയറി നമുക്ക് പ്രിന്റ് എടുക്കാം. അപ്പോൾ ഈ ഡിലേ ഇപ്പം നിലവിലില്ല. ഈ ലൈസൻസിന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിനാണ് ഡിലേ ഉള്ളത്. ഞങ്ങളുടെ അടുത്തുനിന്ന് പാസ്സായാൽ അപ്പം തന്നെ ലൈസൻസ് കയ്യിലായി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നാൽ ഓഫീസേഴ്സ് അവരുടെ വന്നിരുന്നവരെ കമ്പ്യൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ മെസ്സേജ് പോകും, അപ്പം തന്നെ ലിങ്കിൽ കയറിയിട്ട് പ്രിന്റ് എടുക്കാം. ഇനി പ്രശ്നം അവിടെ അല്ല, ലേണേഴ്സ് ലൈസൻസ് അപ്ലൈ ചെയ്താൽ അതിനുള്ള പരീക്ഷയ്ക്ക് ഹാജരാകുന്നുള്ള അപ്പോയിൻമെന്റ് കിട്ടുന്നതിനുള്ള ഡിലേയുടെ കാര്യമാണ് ഇപ്പം നിലവിലുള്ള. അത് ഞങ്ങൾ ഒരു പരിധി നമുക്ക് അഡ്രസ്സ് ചെയ്യാം, നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നല്ല തിരക്കാണ്, കൊല്ലം ഓഫീസ് നല്ല തിരക്കാണ്. പക്ഷേ ഒരു അത്യാവശ്യക്കാരന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പത്തനാപുരത്ത് പോയി ലൈസൻസ് എടുക്കാം, അവിടെ ഞങ്ങൾക്ക് ഓഫീസുണ്ട്. കുട്ടനാട് ഞങ്ങൾക്ക് ഓഫീസ്, കുന്നത്തൂർ ഞങ്ങൾക്ക് ഓഫീസുണ്ട്, അവിടെ അപ്ലൈ ചെയ്താൽ. പക്ഷേ ഒറ്റ കാര്യം ശ്രദ്ധിക്കാൻ മതി, ഈ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പിയർ ചെയ്യണം. അതാണ് ഇപ്പോൾ കൊല്ലംകാരന് അത്യാവശ്യമായിട്ട് നമുക്ക് 40 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 50 ദിവസമേ ഉള്ളൂ, നമുക്ക് ഇവിടുന്ന് മടങ്ങി പോകണം. അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കുന്നത്തൂർ ഓഫീസിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാം. കുന്നത്തൂർ ഓഫീസിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് ഡേറ്റ് കിട്ടും. എന്നിട്ട് 30-35 ഡേയ്സിനകത്തുള്ള ഡേറ്റ് വീണ്ടും എടുക്കാം. അങ്ങനെ ചെയ്യുന്ന തടസ്സമില്ല. പത്തനാപുരത്തുണ്ട്, ചടയമംഗലത്ത് ഞങ്ങൾക്ക് ഓഫീസുണ്ട്, കുന്നത്തൂർ ഓഫീസുണ്ട്. കൊല്ലം ഓഫീസ് തന്നെ എടുക്കണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വരും. ചില ആൾക്കാർ എന്താണെന്നറിയാമോ, അത് ചിലപ്പോൾ അവർ ആ റോഡിലായിരിക്കും ആ ഗ്രൗണ്ടിലായിരിക്കും ടെസ്റ്റിന് ഡ്രൈവിംഗ് സ്കൂളുകാർ കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ചിലപ്പോൾ അവിടെ പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പം അദ്ദേഹത്തിനൊക്കെ നിരവധി ഡ്രൈവിംഗ് സ്കൂളുകളാണ്. ഇപ്പോൾ ഒരു 5 പേര് 10 പേരുണ്ടെങ്കിൽ മറ്റ് തിരക്കുറഞ്ഞൊരു ഓഫീസിലേക്ക് അങ്ങ് പോയാൽ 2 പ്രാവശ്യം വിസിറ്റ് മതി, 2 വിസിറ്റ് മതി. പിന്നെ പ്രാക്ടീസിന് വല്ലതും പോകണമെങ്കിൽ പോകേണ്ടി വരും. ചിലർക്ക് ചിലപ്പോൾ ഈ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ പെട്ടെന്നൊരു ഫിയർ ഉണ്ടായിട്ട് തോക്കുമോ എന്നുള്ളൊരു ആശങ്ക വന്നേക്കാം. അതൊഴിവാക്കിയാൽ ഈ തിരക്ക് കുറഞ്ഞ ഓഫീസുകൾ സമീപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പണ്ടത്തെ പോലല്ല, ഇപ്പം നമുക്ക് കുറച്ചുകൂടി ലിബർട്ടി ഉണ്ട്. ഏത് ഓഫീസിലും സമീപിക്കാൻ, ഏത് ഓഫീസിൽ അപ്ലൈ ചെയ്യാൻ, ഏത് ഓഫീസിൽ ടെസ്റ്റിന് വിധേയമാവുകയും ചെയ്യാം. പിന്നെ ഈ ഗൾഫിലൊക്കെ പോകുന്ന, ഈ ബിനോയ് പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് നേരത്തെ കൊടുക്കും. അവരതിൻ്റെ ടിക്കറ്റോ അതിൻ്റെ വീസയുടെ കോപ്പിയും ടിക്കറ്റോ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചാൽ 2-3 ദിവസത്തിനകത്ത് അതിന് ഞങ്ങളൊരു കോട്ട വെച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ 40 പേരെ ചെയ്യുന്നതെങ്കിൽ 25 പേര് ഫ്രഷായിട്ട് വരുന്നവരും 10 പേര് ഫെയിലാവുന്നവരും 5 പേർക്ക് ഒരു കോട്ട ഞങ്ങൾക്കുണ്ട്. ആ കോട്ട ഞങ്ങൾ കൊടുക്കുന്നത് ഗൾഫിൽ പോകാനുള്ള അത്യാവശ്യക്കാർ, ചിലപ്പം ബാംഗ്ലൂരിൽ പഠിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രൂഫ് ചോദിക്കും. ഒരു ജെന്യുവിനായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. കല്യാണമാണ്, കല്യാണക്കുറിയൊക്കെ കൊണ്ട് കാണിക്കുന്നത്. ഒരു നിമിഷം പ്രതാപൻ ആലപ്പുഴയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പ്രതാപൻ, ചോദിച്ചോളൂ. ഹായ് സാർ, നമസ്തേ. കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞാൽ മതി. ഇപ്പോ ബിജു സാർ പറയുന്നതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ട് കൂട്ടാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഒരു ഏപ്രിൽ 17 എടുത്ത ഒരാളിന് ഡേറ്റ് ലേണേഴ്സിന് കിട്ടുന്നത് 18/6/26 അതായത് 64 ദിവസം കഴിഞ്ഞിട്ടാണ് ചേർത്തലയിൽ ഇപ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നിരവധി തവണ ഇത് ബന്ധപ്പെട്ട RTO അടിക്കലും ജോയിന്റ് RTO അടിക്കലും ഒക്കെ യൂണിയൻ പ്രതിനിധികൾ മുഖേന സംസാരിക്കുന്നുണ്ടെങ്കിലും സ്ലോട്ട് കൂട്ടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ്
ഇപ്പോൾ ലേണേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിയുമ്പോൾ ഈ ആളിന് ഒരു 5 മാസമെങ്കിലും കഴിയും. ഇപ്പൊ വെക്കേഷൻ ടൈമിന് ഡ്രൈവിംഗ് സ്കൂളുകളിൽ കുട്ടികൾ ചേരുന്ന സമയമാണ്. +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയം, 18 വയസ്സ് പൂർത്തീകരിച്ചവരും ഒക്കെ. ഫലത്തിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ആരും ചേരാൻ വരത്തില്ല. കാരണം ഇവർ മെയ് മാസത്തോടുകൂടി ഇവരൊന്നെങ്കിൽ സ്റ്റേറ്റിന് പുറത്ത് പഠിക്കാൻ പോകും. അപ്പൊ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ബുദ്ധിമുട്ട് അധികാരികൾ മനസ്സിലാക്കുന്നില്ല. തുക്ലക്ക് പരിഷ്കാരം നടപ്പിലാക്കുന്ന കാര്യത്തിൽ മന്ത്രിക്കും മറ്റും വലിയ താല്പര്യമാണ്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യ പോളിസി സംബന്ധിച്ച കൂടിയുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അത് അഡ്രസ് ചെയ്യേണ്ടത് തന്നെയാണ്. പ്രധാനൻ പറഞ്ഞ പോലെ ശ്രീ ദിലു ഇപ്പോൾ പറഞ്ഞുവല്ലോ, നമ്മളിപ്പോൾ വേനലവധി കാലത്തെ വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ തന്നെ പറയണം. അപ്പോൾ ഈ സ്ലോട്ട് കൂട്ടുക, അതിലെന്തെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? നമുക്ക് പരിഹരിക്കപ്പെടാവുന്നതാണോ? ഇപ്പോൾ പ്രതാപനൊക്കെ പറഞ്ഞുവല്ലോ, ആലപ്പുഴയിലെ സിറ്റുവേഷനാണ് പറഞ്ഞത്. അല്ല, പ്രതാപൻ പറഞ്ഞത് സത്യമാണ്. എന്തെന്നറിയുമോ, ഈ ചേർത്തല നല്ല തിരക്കുള്ളൊരു ഓഫീസാണ്. ഒരുപാട് ആപ്ലിക്കൻസ് വരുന്ന ഒരു ഓഫീസാണ് ചേർത്തല. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ ഇവിടെ കുട്ടനാട് ഓഫീസുണ്ട്, നന്നേ തിരക്ക് കുറഞ്ഞൊരു ഓഫീസാണ്. ഞാൻ പറയുന്നത് കൂട്ടമായിട്ട് ചെറിയ ചെറിയ ഓഫീസുകളിലേക്ക് ഇങ്ങനെ പോകാനുള്ള സംവിധാനത്തിലേക്ക് ട്രെയിൻ സ്കൂളൊക്കെ ക്രമീകരണം ഉണ്ടാക്കിയാൽ നമുക്കിത് പരിഹരിക്കാം. ചേർത്തല ഇനി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു ചേർത്തല ഇപ്പോൾ 5 ദിവസവും ടെസ്റ്റാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എല്ലാ ദിവസങ്ങളിലും അവിടെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. 40 പേരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അവിടെ 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 80-ന് നമുക്ക് പോകാൻ കഴിയില്ല. 81 പേരെ നമുക്ക് പരീക്ഷ നടത്താൻ കഴിയില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ, അത് ഞങ്ങൾ ഫോളോ ചെയ്യുക തന്നെ വേണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഏപ്രിൽ മെയ്, പ്രതാപനൊക്കെ പറഞ്ഞതുപോലെ ഏപ്രിൽ മെയ് കാലഘട്ടത്തിലാണ് ഈ ഒരു തിരക്ക്. നമുക്ക് ആ ഒരു സമയത്തേക്ക് വേണ്ടി ഓഫീസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ പ്രായോഗികമായിട്ട് പാടാം. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ സ്ലോട്ട് കൂട്ടിയാലും നമുക്ക് ലിമിറ്റേഷൻ 40 ആയതുകൊണ്ട് ഇപ്പോൾ 25 ഫ്രഷ്, 10 ഫെയിൽഡ് കാൻഡിഡേറ്റ്സ്, 5 എമർജൻസി കോട്ട, ഇങ്ങനെയാണ് 40 ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പോൾ ജോയിൻ്റ് ആർട്ടിമാർക്ക് വേണമെങ്കിൽ 20 എന്നുള്ളത് അവിടുത്തെ ഒരു പരിസ്ഥിതി നോക്കിയിട്ട് 20 ആക്കിക്കൊണ്ട് ഫെയിലാവുന്ന 15 ആക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ഒരു ചെറിയ ക്രമീകരണങ്ങളൊക്കെ ഒരു ഗുഡ് ഫെയ്ത്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു സ്ലോട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓഫീസേഴ്സിന് രണ്ട് സാങ്ഷൻഡ് പോസ്റ്റേ ഉള്ളൂ അവിടെ. പിന്നെ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പം ആർട്ടിയുടെ സാങ്ഷൻ മേടിച്ചുകൊണ്ട് എമർജൻസി ടെസ്റ്റുകൾ വേറെ ടീമിനെ വെച്ചൊക്കെ നടത്തണം. അതിൻ്റേതായ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ ആലപ്പുഴ ആർ ടി ഒ ആയിരുന്ന സമയത്ത് ധാരാളമായിട്ട് ആൾക്കാർ ഫെയിലാകുന്നു. 50%, 55% ഒക്കെ ആൾക്കാർ ഫെയിലാകുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തത് എന്താണെന്നറിയാമോ, ഒരു എക്സ്ട്രാ ദിവസം, ഒരു ബുധനാഴ്ച ടെസ്റ്റ് ഇല്ലാത്ത ഒരു ദിവസം ഈ ഫെയിൽഡ് കാൻഡിഡേറ്റ്സിന് മാനുവലി നമ്മൾ ഡേറ്റ് കൊടുത്തിട്ട് അന്നൊരു പരീക്ഷ നടത്തും. പ്രധാനമൊക്കെ അത് അറിയാവുന്നൊരു കേസാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് അന്നേരം ഒരു 40 പേരെ ഒന്ന് പരിഹരിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 2 ബാച്ച് കൊടുത്താൽ 80 പേര്. അങ്ങനെ ബുധനാഴ്ച എമർജൻസി ആയിട്ട് വരുന്നവരുടെ അത് മാനുവലി, അത് നമുക്കിത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ഫയലും എടുത്ത് വെച്ച് ചെയ്യണം. 80 പേർക്ക് ഡേറ്റ് കൊടുക്കണം. 80 തവണയായിട്ടിരുന്ന് ചെയ്ത് ഒരാൾക്ക് ഡേറ്റ് കൊടുക്കുന്ന ഒരു 2 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് എന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആർട്ടിമാരോട് സമീപിച്ചാൽ അവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിത് പരിഹരിക്കാം. ഈ കാലഘട്ടം, ഈ ഏപ്രിൽ മെയ് കാലഘട്ടം ഒന്ന് കഴിഞ്ഞ് കിട്ടിയ ഈ തിരക്ക് കുറഞ്ഞു. പിന്നെ നമുക്ക് അത്രയും വലിയ ഡിമാൻഡില്ല. പിന്നെ വലിയ ഡിമാൻഡുള്ള ഓഫീസ് ഈ പറഞ്ഞതുപോലെ ചേർത്തല, കൊട്ടാരക്കര, തിരുവനന്തപുരം, കൊല്ലം, അതൊഴിച്ചുള്ള ബാക്കി ഓഫീസുകളിൽ ഇത്ര വലിയ തിരക്കൊന്നുമില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ റഷ് കുറയ്ക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ദിലു സാർ പറഞ്ഞത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞ ചേർത്തലയിലാണെങ്കിലും അവിടെ മറ്റൊരു ഓഫീസ് അവിടെയുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ കൂടി ബുദ്ധിമുട്ട് മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റഷ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ആ നിർദ്ദേശം. അത് ഇവിടെ ഈ നേരത്തെ ശ്രീ ദിലു പറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണോ, അതല്ല സംസ്ഥാനത്ത് എല്ലായിടവും ഇങ്ങനെയാണോ സ്ഥിതി? അല്ല, എനിക്ക് ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ സ്ഥിതി അറിയില്ല. ട്രിവാൻഡ്രത്തെ അവസ്ഥ എനിക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നടക്കുന്ന പറഞ്ഞാൽ ഈ അശാസ്ത്രീയമായി ലേണേഴ്സ് ടെസ്റ്റാണ്. ടെസ്റ്റിൽ തന്നെ ഒരു 80 പേര് 100 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ 25-30 പേര് ഫെയിലാവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30 ക്വസ്റ്റ്യൻ 18 മാർക്ക്. ഇതിനിടയ്ക്കുള്ള ഈ ഒരു ക്യാപ്ചർ എന്നൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. അത് വളരെ ഡിഫിക്കൽട്ടാണ്. പല കുട്ടികൾക്ക് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ക്യാപ്ചർ പൂരിപ്പിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് പല കുട്ടികളും ഫെയിലാവുന്നുണ്ട് ഒരു കാര്യമില്ലാതെ. അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളത് ഗവൺമെൻറ് അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഫെയിലാവുന്ന കുട്ടികൾ വീണ്ടും വരികയാണ്. അവർക്ക് ഉടനെ ഡേറ്റ് കിട്ടില്ല. അപ്പോൾ ആ ഒരു ക്യാപ്ചർ എന്നുള്ള സാധനം മാറ്റിയിട്ട് ഇപ്പോൾ 30 അല്ല 35 അല്ല 40 ആയിക്കോട്ടെ, അത് വിഷയമില്ല. പക്ഷേ നമ്മൾ ഐ ടെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. കണ്ണിൻ്റെ എന്തെങ്കിലും ഒക്കെ വിസിബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്കറിയില്ല. അവർ IT പ്രൊഫഷണൽസ് അല്ല ഈ പറഞ്ഞ പോലെ ലേണേഴ്സ് ടെസ്റ്റ് വരുന്നവർ. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മളെന്താണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോഡപകടങ്ങൾ ഓരോ ദിവസവും അനുദിനം വർദ്ധിക്കുകയാണ്. ദിനമല്ല,
ഓരോ മിനിറ്റിൽ വെച്ച് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് കർക്കശമാക്കിയേ പറ്റുള്ളൂ. അത് കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയുണ്ട്, സംസ്ഥാന സർക്കാരും ആ രീതിയിൽ സന്ദേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. എത്രയോ ആളുകൾ പൊലിഞ്ഞു വീഴുകയാണ്. അപ്പോൾ അത് പോളിസിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോയേ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അക്കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ വളരെ പ്രധാനമാണ്. ഒരു നാഡീവ്യൂഹം പോലെ പ്രവർത്തിക്കുന്നതാണ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാര്യക്ഷമമായ നിർദ്ദേശങ്ങൾ, അത് ഈ സർക്കാരിൻ്റെ കാലാവധി തീർന്നു, ഇനി അടുത്ത സർക്കാർ വരുമ്പോഴായാലും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് പ്രായോഗികമായ തലത്തിൽ ഒരു ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടോ ഇത്തരം സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുൻപേ? ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്ത് ഫേസ് ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയും കൂടെ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നില്ല, അവരാരും ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇതെല്ലാം ആൾക്കാരുടെ മനോഭാവം മാറാതെ, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ മാറാതെ ഒരിക്കലും ഈ ആക്സിഡൻ്റ് എന്നുള്ള സാധനം തീരില്ല. ഈ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല, അവർ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമ്മളെ വണ്ടിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡ്രൈവർ ആവുന്നില്ല. ഒരു ഡോക്ടർ MBBS കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടർ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഡ്രൈവർ അല്ല ഒരു ഡോക്ടർ ആവുന്നില്ല. എഞ്ചിനീയർ ആയാലും അതുപോലെ തന്നെയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യം. നമ്മൾ തിരക്കുള്ള റോഡിൽ പഠിപ്പിക്കാൻ ഇവിടെ അനുവാദമില്ല. വൈകുന്നേരങ്ങളിൽ സന്ധ്യയായി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള അനുവാദം ഗവൺമെൻറ് തരുന്നില്ല. തിരക്കുള്ള റോഡിൽ പഠിപ്പിക്കാൻ അനുവാദം തരുന്നില്ല. പിന്നെ ഇവരെ എവിടെയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? വെളുപ്പാങ്കാലത്തും തിരക്കില്ലാത്ത റോഡിലും പഠിപ്പിക്കും. അത് ആരാണ് എൻ്റെ ഉത്തരവാദി? ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഗവൺമെൻറ് നമ്മളെ വൈകുന്നേരം രാത്രി കാലങ്ങളിൽ പഠിപ്പിക്കാൻ അനുവദിക്കുക, തിരക്കുള്ള റോഡുകളിൽ പഠിപ്പിക്കാൻ അനുവദിക്കുക. ആ തിരക്കുള്ള റോഡിൽ പഠിപ്പിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലൈൻ ട്രാഫിക് ഫോളോ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ പോകുന്ന വാഹനവും നമ്മളായിട്ട് എത്ര ഡിസ്റ്റൻസ് ഇടണമെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ട്രാക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ആറ്റിറ്റ്യൂഡ്, മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് മാറാതെ ഒരിക്കലും ഡ്രൈവിംഗ് ഈ ആക്സിഡൻറ്റ് കുറയ്ക്കാമെന്ന് വിചാരിക്കേണ്ട. മനുഷ്യരുടെ ഒന്നുകിൽ ഭീമമായിട്ടുള്ള ഫൈൻ കൂട്ടുക, അവർക്ക് തക്കതായിട്ട് മറുപടി കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ലൈസൻസ് എടുത്ത ഒരു കുട്ടി ആക്സിഡൻറ്റ് ഉടനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇവിടെ ലൈസൻസിൻ്റെ പ്രയോറിറ്റി, അതിൻ്റെ വാല്യൂവും ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതെന്താ സംഭവം? ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകണം, ചുരുക്കം ആക്സിഡൻറ്റ് നടക്കുമായിരിക്കും. അങ്ങനെയുള്ള ലൈസൻസ് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അവരുടെ ലൈസൻസ് ഒരു 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ പഠിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും തരാമെന്നുള്ളൊരു ഉറപ്പിന്മേൽ അതിനുശേഷം ഉണ്ടാക്കണേ പെർമനന്റ് ആയിട്ട് കട്ട് ചെയ്യാന്നുള്ളത്. അമർജിത്ത് കോഴിക്കോട് നിന്ന് പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അമർജിത്ത് പറഞ്ഞോളൂ താങ്കൾ. ഞാൻ നമസ്കാരം. എനിക്ക് RTO അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത്. നമ്മൾ എൻ്റെ ലൈസൻസ് ഒക്കെ റിന്യൂവലും മറ്റു കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷെ നമ്മൾ എങ്ങനെ ഓൺലൈനായിട്ട് ചെയ്തു കഴിഞ്ഞാലും അതിന് പല ഇഷ്യൂ പറഞ്ഞിട്ട് ഈ ഓൺലൈൻ സംവിധാനം നടക്കില്ല. അത് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ ഈ അവരുടെ ത്രൂ പോയാൽ അല്ലാതെ നമുക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്താ? കാരണം നമ്മൾ കാരണം ഞാൻ എൻ്റെ ലൈസൻസിന് ഒരു ഓൺലൈനായിട്ട് കൊടുത്തിട്ട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി. അവസാനം ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ ത്രൂ പെട്ടെന്ന് തന്നെ ശരിയായി. അപ്പോൾ ഓൺലൈൻ സംവിധാനം എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് പ്രാവർത്തികമാവാത്തതെന്നുള്ള ഒരു സംശയമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഓൺലൈൻ നമ്മൾ എപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും ഈ ഭാഗത്തുനിന്ന് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞിട്ട് ആരും ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കില്ല, എന്താണെന്നുള്ള നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അദ്ദേഹം വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ദിലു സാർ പറഞ്ഞതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം 100% ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമാണ്. അതായത് ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് കണ്ണ് പരിശോധന അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, 50 വയസ്സ് കഴിഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കണ്ണ് പരിശോധന എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് വേണം റിന്യൂവലിന് അപ്ലൈ ചെയ്യാനായിട്ട്. റിന്യൂവലിന് അപ്ലൈ ചെയ്യുമ്പം ഓൺ ടൈമിലാണോ എന്നുള്ളത് കൂടെ നോക്കിക്കോണം. 1 വർഷത്തിനകത്ത് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. ഈ 2 ഡോക്യുമെൻ്റ് വെച്ച് അതിൻ്റെ ഫീസ് അടച്ച് ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപേക്ഷ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന വേളയിൽ എന്തെങ്കിലും ഒരു പോരായ്മ വല്ലതും എത്തിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഇഷ്യൂ ചെയ്ത് റിന്യൂ ചെയ്ത് തന്നെ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ കേസിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത്, ഈ റിന്യൂവൽ ലൈസൻസ് പോലുള്ള സംഗതികൾ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത് ശീലമില്ലാത്ത അക്ഷയ സെൻറ്ററുകളിലോ ഡാറ്റാ സെൻറ്ററുകളിലോ ഒക്കെ ചെന്നാൽ അവർ ചിലപ്പോൾ ഇതുമായിട്ട് ഫെമിലിയർ ആയിരിക്കത്തില്ല. ഇപ്പം RTO ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇരിക്കുന്ന അക്ഷയ സെൻറ്ററുകളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഈ RTO മാറ്റേഴ്സൊക്കെ ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ അവർ ദൈനംദിനം അതുമായിട്ട് ഫെമിലിയർ ആയതുകൊണ്ട് ചെയ്യും. ഇപ്പം വില്ലേജ് ഓഫീസിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ട് ചിലപ്പോൾ റിന്യൂവലായിട്ട് അപ്ലൈ ചെയ്ത് കാണും ഇദ്ദേഹം. അങ്ങനെ വന്നാൽ ചിലപ്പോൾ മിസ്റ്റേക്സ് വന്നു. ഈ മിസ്റ്റേക്സ് വന്നാൽ പിന്നെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ ഈ പറഞ്ഞ ഇദ്ദേഹം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് അപേക്ഷ സമർപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് കാണും. നേരത്തെ പ്രധാനമൊക്കെ പറഞ്ഞാൽ ഈ ക്യാപ്ച വരിക, അത് പ്രോപ്പറായിട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തോട്ട് വീണ് പോയാൽ, അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളുകാരെ എൻ്റർടൈൻ ചെയ്യുക റിന്യൂവലിന് വേണ്ടി
അങ്ങനെ ആ പരിപാടിയൊക്കെ എന്നേ അവസാനിച്ചു. തീർച്ചയായും. ധർമ്മരാജൻ കണ്ണൂരിൽ നിന്ന് പ്രേക്ഷകനുണ്ട്. ധർമ്മരാജൻ പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് ആർത്തി അദ്ദേഹത്തോടാണ് പറയാനുള്ളത്. ഹലോ, പറഞ്ഞോളൂ. ആർത്തി അദ്ദേഹത്തോട് പറയാനുള്ളത്, പിന്നെ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഈ വണ്ടിയിലെ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഡ്രൈവർ, അവരെപ്പോഴും മിക്കവാറും ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളുകൾ. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാരും മിക്കവാറും ആൾക്കാരും നമ്മൾ കാണുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അവരന്നേരം ഈ പഠിപ്പിക്കുന്ന ഈ കുട്ടിക്കും അതിനെപ്പറ്റി തന്നെ ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയായ ഒരു മാർഗമല്ല. അങ്ങനെ ധർമ്മരാജന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? അനുഭവം ഒരുപാട്. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ വീഡിയോ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങളെ ചെയ്തോളൂ, ഞങ്ങൾ ചെയ്താൽ വലിയ കാര്യം തന്നെ. ശരി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സ്കൂൾ തലത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ആർ ടി ഒ ഹേവിയെ എന്ന് വെച്ചാൽ ഇവർ ആരെങ്കിലും ഇതിൽ ഈ റോഡ് സുരക്ഷയെ പറ്റി റോഡിലേക്ക് കൂടെ എങ്ങനെ വാഹനം ഓടിക്കണം, കുട്ടികൾക്ക് അതിനെ പറ്റി ഒരു അറിവുണ്ടായി കൊടുക്കണം. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് അതിനെപ്പറ്റി നല്ലൊരു അറിവുണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ചെറുപ്പക്കാരായ കുട്ടികളാണ് ഈ അമിതമായ സ്പീഡിലും ബൈക്ക് കണ്ടമാനം എല്ലാ രീതിയിലും ഓടിച്ചിട്ടും അപകടം ഉണ്ടാക്കുന്നത്. രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശ്രീ ദിലു കേട്ടുവെങ്കിൽ. കേട്ടോ, തീർച്ചയായിട്ടും പറയാം. ധർമ്മരാജൻ പറഞ്ഞ ആദ്യത്തെ കാര്യം വളരെ വാലിഡ് ആയിട്ടുള്ള സംഗതിയാണ്. പലപ്പോഴും ഇൻസ്ട്രക്ടേഴ്സ് ഈ വാഹനം പഠിപ്പിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇരുന്നു കൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കുറ്റകരമാണ്. അങ്ങനെ വന്ന കേസുകൾ ഞങ്ങൾ നിരവധി എടുത്തിട്ടുമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഇൻസ്ട്രക്ടേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർക്കറിയാം കുറ്റമാണെന്നും. പിന്നെ അപൂർവമായിട്ടൊക്കെ ആൾക്കാരിങ്ങനെ എടുത്താലും ഈ പറഞ്ഞത് നടക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നടക്കുന്നുണ്ട്. അത് കുറ്റകരമാണ്. അത് കണ്ടാൽ ഞങ്ങൾ നടപടിയെടുക്കും. ഈ ഇൻസ്ട്രക്ടർക്കെതിരെയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരെ വരുത്തുകയും അവരെ ട്രെയിനിങ്ങിന് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അവസാനിപ്പിക്കണം. നിങ്ങൾ ഇൻസ്ട്രക്ടർമാർ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. കാരണം ആ സമയത്ത് കൺട്രോൾ ചെയ്യുന്നത് ഇൻസ്ട്രക്ടറാണെന്നുള്ളൊരു കോൺസെപ്റ്റിലാണല്ലോ നമ്മൾ അത് ചെയ്യുന്നത്. അത് ശരിയാണ്. ധർമ്മരാജൻ പറഞ്ഞോട് യോജിക്കുന്നു. ഇനി അത് ശ്രദ്ധിക്കാം. അതിന് കർശന നടപടിയും നിലപാടും ഉണ്ടാവും എംപിയുടെ ഭാഗത്തുനിന്ന്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു? അതായത് ഈ സ്കൂൾ കാലത്ത് ബോധവൽക്കരണം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ സ്കൂൾ അതെ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആർട്ടിയോ കൊല്ലമാണ്. ഞങ്ങൾ ഒരാഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഇതേപോലെ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളുകാരെ നമുക്ക് ഇൻവിറ്റേഷൻ തരുന്നുണ്ട്. ഡിസംബറിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 12-13 ക്ലാസ്സുകൾ എടുത്തിട്ട് അത് വളരെ എഫക്റ്റീവാണ്. കുട്ടികളുടെ അടുത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അത് നന്നായി നടക്കുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യുന്നത്. അദ്ദേഹം ഇനി ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു അത് സിലബസിൻ്റെ ഭാഗമാക്കണമെന്ന് കാര്യങ്ങൾ ഗവൺമെൻറ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ അത് നടന്നേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂളുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. കുട്ടികൾ അതിൻ്റെ ഗുണവുമുണ്ട്. തീർച്ചയായും. സംസ്ഥാനത്ത് ലൈസൻസ് കിട്ടാൻ അങ്ങനെ കാത്തിരിക്കണം എന്ന പ്രതിസന്ധിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ ചോദ്യാവലിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ള പരിഷ്കരണം അത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നുണ്ടോ? അതിൻ്റെ സമയമടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ? നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അത്തരം ബുദ്ധിമുട്ടുകൾ കൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക്. എനിക്ക് ദിനസാറിനടുത്ത് പറയാനുള്ളത്, ഈ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഈ എക്സാം കുറച്ചും കൂടെ ഒന്ന് ലഘൂകരിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. ഈ ലേണേഴ്സിൻ്റെ എക്സാം എല്ലാം കറക്റ്റ് ഈ ക്യാപ്ചർ എന്നൊരു സാധനം ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഫെയിലാവുന്നുണ്ട് ഈ ലേണേഴ്സിൻ്റെ ഈ ഒരു സംഭവം കൊണ്ട്. ബാക്കിയൊക്കെ നമുക്ക് പഠിപ്പിക്കാം, നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച കുട്ടികളെടുക്കാം. ആക്സിഡൻറ്റും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാക്സിമം നല്ല ക്ലാസ് കൊടുക്കാം, കുട്ടികൾക്ക് വണ്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് നല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ഇനിയും സ്ട്രിക്റ്റ് ആക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. പക്ഷേ നമുക്ക് ഈ ലേണേഴ്സ് എന്നുള്ള പല ആൾക്കാർക്കും ഈ ലേണേഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആൻസൈറ്റിയും ഒരു പറഞ്ഞാൽ ഭയങ്കര പേടിയൊക്കെയാണ് കുട്ടികൾക്ക്. അവിടെ വരുമ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൂടെ ഇല്ല. ഈ സ്റ്റുഡൻസും പിന്നെ ഓഫീസേഴ്സ് മാത്രമേ കാണുള്ളൂ. ചില ഓഫീസേഴ്സ് ഭയങ്കര ചില സമയങ്ങളിലൊക്കെ റാഷായിട്ടൊക്കെ പെരുമാറുന്നു. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേ അവർ അടച്ചിട്ട് റൂമിൽ പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ അവർക്ക് ഇതൊന്ന് കാണുമ്പോൾ ആ ഒരു സാഹചര്യമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സാറൊന്ന് പിന്നെ നോക്കി അതൊക്കെ ഒന്നും കൂടെ ഒന്ന് പരിഷ്കരിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കുറച്ചും കൂടെ ആക്സിഡൻറ്റ് അങ്ങനെ ആ രീതിയിൽ സാറിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ ആ രീതിയിൽ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് സാർ. അതാണ് കാര്യം. പിന്നെ കുറച്ചും കൂടെ ലേണേഴ്സിൻ്റെ ഡേറ്റുകൾ കുറച്ചും കൂടെ സമയങ്ങൾ കൂട്ടി പിന്നെ എണ്ണം കൂട്ടുക. പിന്നെ മാക്സിമം കുട്ടികളെ എന്നാൽ ഈ പറഞ്ഞ പോലെ പഠിച്ച് ഈ പറഞ്ഞ പോലെ ലേണേഴ്സിൻ്റെ എക്സാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അവർക്ക് ലേണേഴ്സ് അടുത്ത് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഒരിക്കൽ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെയും 10-20 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഡേറ്റ് കിട്ടുന്നത്. കുട്ടികൾ പിന്നെ ഇത് മതിയാക്കിയിട്ട് ബാംഗ്ലൂർ പോകുന്നുണ്ട്. ബാംഗ്ലൂർ പോകുമ്പോഴത്തേക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഇട്ടത് കൊണ്ട് അവിടെ പോയി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ സാറൊന്ന് മനസ്സിലാവും. അതായത് ഇവിടെ നമ്മൾ ലേണേഴ്സിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോയി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പേര് പിന്നെ ഇതിൻ്റെ വിഷമമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്റ്റാഫുകൾ ഈ ലേണേഴ്സിൻ്റെ ഈ പിന്നെ എൻഡോസ്മെൻ്റ് ആയിരുന്നാലും ഈ നമുക്ക് ഈ ഫീസ് എവിടെയെങ്കിലും അടച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാനുള്ളൊരു പ്രയാസം. അത് പിന്നെ നമുക്കിപ്പോൾ ഒരു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി മാത്രമേ ലൈസൻസ് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് റിവേഴ്സ് ചെയ്ത് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് സാറൊന്ന് മനസ്സിലാക്കി ചെയ്താൽ വലിയ ഉപകാരമാണെന്ന് എനിക്ക് പറയാനുണ്ട് സാർ. സാർ അതായത് ഇക്കാര്യത്തിൽ സാർ ഇത് ഒരു സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം നമുക്ക് സ്വിച്ചിട്ടതുപോലെ പരിഹരിക്കാൻ അത് പാടാണ്, പ്രയാസമാണ്. ഈ മനോഭാവത്തിൻ്റെ കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ പറയുകയാണ്, നമ്മുടെയൊക്കെ കേൾക്കുന്ന അനുഭവം ഇപ്പോൾ എട്ടെടുക്കാൻ അറിയാവുന്ന ശീലിക്കുന്നു, ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നല്ല രീതി ആത്മവിശ്വാസത്തോടെ പരിശീലിക്കുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ മാനസികാവസ്ഥയുടെ കൂടി പ്രശ്നമാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, നന്നായിട്ട് ഓടിക്കാൻ കഴിവുള്ള ആളുകൾ പോലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫെയിലാകുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഇതിനെയൊക്കെ നമുക്ക് പരിഹരിക്കണം. അതിനൊരു പോളിസി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പോളിസി അടക്കം അതെല്ലാവരുടെയും കൂട്ടായ അഭിപ്രായങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഈ വകുപ്പ് പോകുന്നുണ്ടോ, നിങ്ങളുടെ സിസ്റ്റം പോകുന്നുണ്ടോ, ഉറപ്പ് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഒരു വാലിഡ് ആയിട്ടുള്ള സംഗതി. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ ഈ ലേണേഴ്സ് ലൈസൻസ് എൻ്റെ ഒരു മോഡ് മാറ്റിയത്. 18 മാർക്ക് കിട്ടണം. അതിന് മുമ്പ് 12 മാർക്കായിരുന്നു. 18 മാർക്ക് കിട്ടണം. പിന്നെ ക്വസ്റ്റ്യൻ്റെ എണ്ണം 30 ആയിട്ട് കൂടി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ഒരു ദിവസങ്ങളിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. 4 ചോദ്യം കഴിഞ്ഞാൽ ഉടനെ ഒരു ക്യാപ്ച വരും. ഈ ക്യാപ്ച കറക്റ്റായിട്ട് അടിച്ചാലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ കുട്ടികൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് വന്ന് കയറുന്നു, യൂണിഫോം ഇട്ട് ഓഫീസിൽ നിൽക്കുന്നു. അവർക്ക് 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊരു പേടി വന്നിട്ട് കഴിവുള്ള അല്ലെങ്കിൽ ചെയ്യാൻ അറിയുന്ന കുട്ടികളും ചിലപ്പോൾ തോറ്റിരുന്നു. ആദ്യത്തെ ഒരു 10-20 ദിവസം ഈ ഒരു വലിയ ഹാർഡ്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞങ്ങളത് അതോറിറ്റീസിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ട് ഈ ക്യാപ്ചയൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു ഷുവർട്ടി വേണം. പരീക്ഷ എഴുതുന്ന ആളെ റോബോട്ട് അല്ല, ഇദ്ദേഹം തന്നെയാണ് എഴുതുന്നത്. അതൊക്കെ ഉറപ്പ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയാണത്. അപ്പോൾ അത് വേണം. എന്നാലും ക്യാപ്ചയുടെ എണ്ണമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പതുക്കെ അത് യൂസ്ഡ് ആയിക്കോളും. നമുക്കത് ഈ പറഞ്ഞ പോലെ വലിയൊരു ബുദ്ധിമുട്ടിലോട്ടൊന്നും അത് പോകാൻ സാധ്യതയില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ മാറ്റണം. അങ്ങനെ മാറ്റിയാലല്ലോ അവിടെ, അല്ലെങ്കിൽ പിന്നെ ഇത് കാണാതെ പഠിച്ചിങ്ങനെ കൊണ്ടുവന്ന് പഠിക്കാൻ നമ്മളൊരു ലോജിക്കൂടെ പരിശോധിക്കുന്ന ഒരു പരീക്ഷയാണല്ലോ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ ക്വസ്റ്റ്യൻ ഉത്തരം അറിയാമോ എന്നതിലുപരി ഈ എങ്ങനെ ഇണങ്ങിച്ചേരുന്നു, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു, എന്താണ് അദ്ദേഹത്തിന് ലോജിക്കുള്ള ആളാണോ, ഇതിലൂടെയൊക്കെ ചേരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് യൂസ്ഡ് ആയിക്കോളും. നിങ്ങൾ കുറച്ച് കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ യൂട്യൂബിലൊക്കെ കിടപ്പുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാൽ അത് പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞത് എട്ടെടുക്കുന്ന സമയത്ത് സ്വാഭാവികമാണ്. ഇപ്പം അത്രയും ആൾക്കാർ കൂടി നിന്ന് കാണുമല്ലേ. ഇപ്പം 120 പേര് പരീക്ഷയ്ക്ക് വന്നല്ലേ, 80 പേര് പരീക്ഷയ്ക്ക് 80 പേര്. പിന്നെ അവരുടെ ചിലപ്പോൾ പാരൻസ് വരും, പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്രയും പേര് നോക്കി നിൽക്കുമ്പോൾ നമ്മളൊരു 8 അല്ലെങ്കിൽ 8 ട്രാക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പേടി, ഒരു വിറയലും ഒക്കെ വരും. അതൊക്കെ അതിജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് പരീക്ഷയുടെ മോഡ് അതാണ്. അതൊന്നും നമുക്കിപ്പോൾ ആരും കാണാതെ ഒരു സ്ഥലത്ത് വെച്ച് പരീക്ഷ നടത്തണമെന്ന് കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുകയും അവരെ അത്തരത്തിലൂടെ മോട്ടിവേറ്റ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ നിങ്ങൾ ഒരു ട്രെയിനിങ് ക്ലാസ്സൊക്കെ നടത്തണം. ഞങ്ങൾ നടത്തുന്ന പരീക്ഷ കൂടാതെ നിങ്ങൾ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. പല സ്കൂളുകളിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീ ദിലു, അതായത് പ്രശ്നം ഇതാണ്, കാലതാമസമാണ്. അപ്പോൾ അത് ആശങ്കപ്പെടേണ്ടതില്ല. ഈ 2 മാസത്തെ ഒരു സമയം, ആ റഷ് കഴിഞ്ഞാൽ, ഈ സമയം കഴിഞ്ഞാൽ, അത് ഈ 2 മാസത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ 2 മാസം അത് കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ അത് തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ തിരക്ക് കുറഞ്ഞ ഓഫീസ് ഓപ്റ്റ് ചെയ്ത് പോയിക്കോളൂ. അതായത് ഒരിടത്തേക്ക് കൂട്ടത്തോടെ വരുന്നത് പ്രശ്നമാണ്. പണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമുക്ക് തോന്നി ഓഫീസിൽ പോയി എടുക്കാൻ പണ്ട് പറ്റില്ലായിരുന്നു. ഇപ്പം നമുക്ക് കാട്ടാക്കട ഓഫീസുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ തിരക്ക് കുറവാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് സമീപിക്കാം. പക്ഷേ നെയ്യാറ്റിക്കരയിൽ വലിയ തിരക്കുള്ള ഓഫീസാണ്.
പാറശാല ഓഫീസുണ്ട്. അപ്പം കൂട്ടമായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ 5-10 പേരെ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ടെസ്റ്റ് ചെയ്താൽ നമുക്കിത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇതൊരു ശാശ്വതമായ പ്രശ്നമല്ല. MID ഫേസ് ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇന്ന് കുന്നത്തൂർ ഓഫീസിൽ വിളിച്ചിരുന്നു ഒരു കാര്യത്തിന്. അപ്പോൾ അവർ പറഞ്ഞ് ആളില്ല സാറേ, ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവർ 9 മണി 10 മണിയായപ്പോഴത്തേക്ക് MEമാർ തിരിച്ചെത്തിയെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ, അവിടെ 40 പേര് കൊടുത്താൽ 25 പേരെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 24 പേരോ മറ്റോ പരീക്ഷയ്ക്ക് വന്നത് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഉള്ള പ്രശ്നമില്ല, ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ നിങ്ങളതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ കാണുക. മറ്റു ഓഫീസിലേക്കൊക്കെ കൂട്ടമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുക. അദ്ദേഹത്തിന് 3-4 ഡ്രൈവിംഗ് സ്കൂളുള്ള ആളല്ലേ, അദ്ദേഹത്തിന് പറ്റുകയും ചെയ്യുക. യെസ്, തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ദിലു RTO. തിരക്കുകൾക്കിടയിലും വന്ന പ്രേക്ഷകരോട് അവരുടെ ഈ പ്രതിസന്ധി പ്രശ്നങ്ങൾ, അവരുടെ പരാതികൾക്കൊക്കെ തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിനൊപ്പം ഉണ്ണികൃഷ്ണൻ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധിയാണ്, ഉടമയാണ്. വളരെയധികം നന്ദി രണ്ടുപേർക്കും, വിളിച്ച പ്രേക്ഷകർക്കും നന്ദി.